മനുഷ്യരെ ആവേശം കൊണ്ട് നിങ്ങളെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും നിങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ച് തല ഒഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. മതങ്ങളുടെ പേരിൽ നിങ്ങൾ തമ്മിലടിച്ചിട്ടും കഥകളുണ്ടാക്കിയിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. കുറേ മതസ്ഥാപകരുണ്ടാകാമെന്നല്ലാതെ അവരുടെ ഭാവനകളിൽ നിന്ന് പലതും സൃഷ്ടിക്കപ്പെടാം എന്നല്ലാതെ സത്യത്തിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, മില്യൺസ് ഇയേഴ്സ് കഴിഞ്ഞ സംഭവം നിങ്ങൾക്ക് ഊഹിക്കാനോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയായോ വരില്ല. അച്ഛനില്ലാതെ മക്കളെങ്ങനെ ഉണ്ടായി? അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടിതാവ് ഇല്ലാതെ എങ്ങനെ ഉണ്ടായി? അതിൻ്റെ സത്യാവസ്ഥ മനുഷ്യരാശിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതേക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അത് അന്ന് പൂർവികർക്കാർക്കും അന്നത്തെ കാലഘട്ടം അനുസരിച്ച് രേഖപ്പെടുത്താനോ തലമുറകൾ കൈമാറാനോ കഴിഞ്ഞിട്ടില്ല. കാരണം 1000, 2000, 10000 ലക്ഷം വർഷങ്ങളോ തലമുറകളോ അല്ല അതിൻ്റെ പിന്നിൽ നടക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ കിടന്ന് ആവേശം കൊണ്ട് മതത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ പേരിലും തമ്മിലടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കാണുന്നില്ലേ അസ്ഥികൂടങ്ങൾ കുഴിച്ചെടുക്കുന്നത്? അത് തന്നെ അതിൻ്റെ അവസാനം. അസ്ഥികൾ മണ്ണിനടിച്ച് ചേർന്ന് കാലപ്പഴക്കം കൊണ്ട് നശിച്ചങ്ങ് പോകും. ഓരോ ജീവജാലങ്ങളും ഓരോ മനുഷ്യനും സകലതും അവസാനം അതുതന്നെയാണ്. ഭൂമിയോട് ലയിക്കും, മറ്റൊന്നുമില്ല. സ്വർഗം, നരകം തുടങ്ങി എല്ലാ സങ്കല്പങ്ങളും മതങ്ങൾ സ്ഥാപിച്ചവരോ ദൈവങ്ങളെക്കുറിച്ച് സ്ഥാപിച്ചവരോ ഓരോരുത്തരും ഓരോ ദൈവങ്ങളുണ്ടാക്കുന്നു, ഓരോ മതങ്ങളുണ്ടാക്കുന്നു. അവർക്ക് ഓരോ സ്വർഗങ്ങളുണ്ടാകുന്നു. അവർ ഓരോ സ്വർഗങ്ങളെക്കുറിച്ച് വർണ്ണനകളുണ്ടാകുന്നു. ചിലർ സൃഷ്ടിക്കുന്ന സ്വർഗങ്ങൾക്ക് വളരെയധികം സ്വാദും രുചിയും ഒക്കെ ഉണ്ടാവും. അവിടെ പലതും ഉണ്ടാവും. ചിലർ സ്ഥാപിക്കുന്ന സ്വർഗത്തിൽ ദൈവമായിരിക്കും. ആ ദൈവത്തിൻ്റെ വലതുവശത്ത് എല്ലാവർക്കും ഇരിക്കണം, ഇടതുവശത്ത് ആർക്കും ഇരിക്കേണ്ട. എല്ലാവർക്കും വലതുവശത്തിരിക്കണം ദൈവത്തിൻ്റെ വലതുഭാഗം. പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുത്തണമേ. ഈ കോടാനുകോടി മനുഷ്യർ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്, അത് സ്വർഗത്തിൽ, സ്വർഗവും നരകവും എല്ലാം മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. അതോടെ പോകാനും അവിടത്തേക്ക് വേണ്ടി ആരും ആവേശം കൊള്ളണ്ട. മനുഷ്യനെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്നോ അല്ലെങ്കിൽ ജീവജാലങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നോ അതിൻ്റെ സത്യാവസ്ഥയൊന്നും അതേപടി ഊഹാഭോഗങ്ങളിൽ കൂടെ വന്നേക്കാം. ഏറെക്കുറെ ഇപ്പോൾ സയൻസ് പരമായിട്ട് ഏറെക്കുറെയൊക്കെ ഒരു 50% ചിലപ്പോൾ കറക്റ്റായി വന്നേക്കാം. കാരണം മനുഷ്യൻ വളർന്നു, എല്ലാ രീതിയിലും സയൻസ് കണ്ടുപിടുത്തത്തിൽ കൂടി യഥാർത്ഥം സയൻസിൽ കൂടിയാണ് വരുന്നത്. കുറച്ചെങ്കിലും യാഥാർത്ഥ്യം വരുന്നെങ്കിൽ സയൻസിൽ കൂടിയാണ്, മതത്തിൽ കൂടിയല്ല. അങ്ങനെ നോക്കുമ്പോൾ സയൻസ് പ്രകാരം ഏകദേശം ഒരു കാര്യം പറയുന്നതിൽ ഒരു 60% അല്ലെങ്കിൽ 70% കറക്റ്റായിരിക്കും. എന്നാലും 100% കറക്റ്റായി കിട്ടില്ല. അങ്ങനെയൊക്കെ ഇന്ന കാലഘട്ടത്തിൽ നമ്മളിവിടെ കിടന്ന് മതത്തിൻ്റെ പേരിൽ അടിച്ചിട്ടും, ഞാൻ ഇന്ന് സൺഡേ ഞങ്ങളുടെ ഈ പ്രദേശത്ത് രാവിലെ തുടങ്ങിയതാണ് മൈക്ക് സെറ്റിൻ്റെ പ്രയോഗം.
അങ്ങ് ദൈവങ്ങളെക്കുറിച്ച് ഒരു കൂട്ടർ പോകുമ്പോൾ അടുത്ത കൂട്ടർ വരുന്നു, അടുത്ത പള്ളിക്കാർ പോകുമ്പോൾ അടുത്ത പള്ളിക്കാർ വരുന്നു. ഇങ്ങനെ 4-5 സഭകൾ ഞങ്ങളുടെ ചുറ്റുപാടിലുണ്ട്, പള്ളികളുണ്ട്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഇത്രയും സമയം കഴിഞ്ഞ് മാറിയിട്ടില്ല. അങ്ങനെ സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അന്ന് ഈ സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിക്കപ്പെട്ട മതസ്ഥാപകരെക്കുറിച്ചും എന്ന് വേണ്ട അങ്ങ് വർണ്ണന മനുഷ്യൻ്റെ ചെവി പൊട്ടാവുന്നല്ലാതെ ഉള്ളിൽ ഇതിൻ്റെ സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെ ഒരു ഉള്ളം കൊണ്ട് ഒരു ഉള്ളം അങ്ങനെ പുഞ്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാം. ഒന്നുമില്ല, നത്തിങ് എൽസ്, ഒന്നുമില്ല. എല്ലാം സങ്കല്പങ്ങളും ഭാവനകളും മാത്രം. സ്വർഗവുമില്ല, നരകവുമില്ല, ഒന്നുമില്ല എന്ന് വെച്ച് നിങ്ങൾ എന്നെ ഒരു നിരീശ്വരവാദിയായിട്ട് കാണണ്ട. ഞാനൊരു സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.